ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിവുള്ളതായിരിക്കും, എന്നാലും ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ പാസ് ചെയ്യുന്നതാണ്. ലൈസൻസ് ഉള്ളവർ UK പോയി കഴിഞ്ഞാൽ അത് ഏത് വിസയിലാണെങ്കിലും, ഡിപ്പെൻഡൻ്റ് ആണെങ്കിലും സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിലും ഏത് വിസയിലാണെങ്കിലും ലൈസൻസ് കിട്ടാൻ ഒരു 2-3 ദിവസത്തിനുള്ളിൽ UK ലൈസൻസ് തന്നെ നമുക്ക് കൈ കിട്ടും. ഇഫ് നമ്മുടെ കയ്യിൽ UAE ലൈസൻസ് ഉണ്ടെങ്കിൽ അതിന് വളരെ കുറച്ച് പ്രൊസീജിയേഴ്സേ ഉള്ളൂ. അത് ഫോളോ ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് UK ലൈസൻസ് കിട്ടും. അപ്പോൾ UK ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, UAEയിലുള്ള എല്ലാവർക്കും അറിയാം, MOI മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഏതായാലും UK പോകാൻ പ്ലാൻ ചെയ്തവരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ നേരത്തെയും കാണാൻ ചാൻസ് ഉണ്ട്. PCCക്ക് വേണ്ടിയിട്ട്, പോലീസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ആപ്ലിക്കേഷനകത്ത് പോയിട്ട് ലൈസൻസ് ഡേറ്റ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തുനിന്ന്, ഈ ആപ്ലിക്കേഷനകത്തുനിന്ന് നമുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും, നമുക്ക് റെക്കോർഡായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഫീസ് പേ ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ റേസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് UK ലൈസൻസ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് സർവീസസിൽ നിന്ന് നമുക്ക് ടു ഹൂം മേ കൺസേൺ സർട്ടിഫിക്കറ്റിൽ പോകണം. അതിനകത്ത് ടു ഹൂം ഇറ്റ് മേ കൺസേൺ ലൈസൻസ് ഡേറ്റ വെരിഫിക്കേഷൻ, അത് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് പോകണം. അപ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് എന്തായാലും കിടപ്പുണ്ടായിരിക്കും. നമ്മൾ UAE പാസ് വെച്ചായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇതിനകത്ത് ലോഗിൻ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. അപ്പം ഇതിനകത്തുനിന്ന് പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ട്രാഫിക് നമ്പറും ലൈസൻസ് നമ്പറും എല്ലാം വരും. പിന്നെ എവിടെ നിന്നാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ കൺട്രി കൊടുക്കുക. എങ്ങോട്ടാണ്, യൂസ് ഔട്ട്സൈഡ് ദ കൺട്രിയാണ് നമുക്ക് വേണ്ടത്, UKക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം യൂസ് ഔട്ട്സൈഡ് കൺട്രി കൊടുക്കുക. അഡ്രസ് ടു, ഏത് കൺട്രിയിലേക്കാണ് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് UKയുടെയാണ്. അപ്പം ഇതിനകത്ത് കിടക്കുന്നത് UK എന്ന് തന്നെയാണ്, ബ്രിട്ടീഷ് ഒന്നും അല്ല, യുണൈറ്റഡ് കിങ്ഡം ഒന്നും അല്ല, UK എന്ന് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ UK സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ബെറ്റർ എപ്പോഴും വിസ ക്യാൻസലേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ ഇത് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും വല്ല ടൈപ്പിംഗ് സെൻറ്ററിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇത് എടുക്കേണ്ടി വരും. അത് ചിലപ്പം മിക്കവാറും 1 വീക്കൊക്കെ ടൈം എടുക്കും. ഇതാകുമ്പം ഇൻസ്റ്റൻ്റായിട്ട് ഒട്ടും താമസമില്ലാതെ ഇതുപോലെ പേ നൗ കൊടുക്കുന്നു. നമുക്ക് ആപ്പിൾ പേ ഉണ്ടെങ്കിൽ ആപ്പിൾ പേ, അല്ലെങ്കിൽ കാർഡ് നമ്പർ, ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ച് നമുക്ക് പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടും. അത് കഴിയുമ്പോൾ തന്നെ, ഈ പേയ്മെൻറ്റ് ഫിനിഷ് ആയി കഴിയുമ്പോൾ തന്നെ വിതിൻ 5 to 10 മിനിറ്റ്സിൽ നമുക്ക് നമ്മുടെ ലൈസൻസ് ഡേറ്റ വെരിഫിക്കേഷൻ ഫോം അല്ലെങ്കിൽ ഇവിടുത്തെ ലൈസൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇത് മാൻഡറ്ററി ആണ്. ഇതും ലൈസൻസും അവിടുത്തെ DVLA ഫോമുമായിട്ട് അറ്റാച്ച് ചെയ്ത് വിട്ടാലാണ് നമുക്ക് UK ലൈസൻസ് കിട്ടുക. അതുകൊണ്ട് ഇത് മറക്കാതെ വിസ ക്യാൻസലേഷന് മുമ്പേ അത് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഏതെങ്കിലും ടൈപ്പിംഗ് ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്കത് സാധ്യമാവുന്നതാണ്. ഇത് UAEയിലെ വേണ്ട പ്രൊസീജിയർ മാത്രമാണ്. ബാക്കി DVLA ഫോം ഫില്ല് ചെയ്യുന്നതും അത് അറ്റാച്ച് ചെയ്യുന്നതും അത് പോസ്റ്റൽ വഴി അയക്കുന്നതും അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. മാക്സിമം MOI ആപ്പ് വഴി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 100 ദിറം കൊടുക്കേണ്ടടുത്ത് ടൈപ്പിംഗ് സെൻറ്ററിൽ 200 ദിറം കൊടുക്കേണ്ടി വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.